ലോകം ഇപ്പോൾ ഒരു ഹൈബ്രിഡ് വാർഫെയറിന്റെ പിടിയിലാണ്. ഇവിടെ യുദ്ധം നടക്കുന്നത് ബോർഡറുകളിലല്ല, മറിച്ച് സൈബർ സ്പേസിലാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ലോകത്തെ പിടിച്ചുലയ്ക്കുന്ന രണ്ട് സൂപ്പർ പവറുകൾക്ക് എതിരെ, അതായത് റഷ്യയ്ക്കും ചൈനയ്ക്കുമെതിരെ UK ശക്തമായ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതൊരു സാധാരണ സാങ്ഷൻ അല്ല, മറിച്ച് ഡിസ്ഇൻഫർമേഷൻ, സൈബർ ത്രെറ്റ്സ് എന്നീ രണ്ട് ഇഷ്യൂസിന്റെ പേരിലുള്ള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഹാർഷായ നീക്കമാണിത്. UK വിദേശകാര്യ സെക്രട്ടറി യിവിയറ്റ് കൂപ്പർ നടത്തിയ പ്രസംഗത്തിൽ ഈ സാങ്ഷനുകൾ പ്രഖ്യാപിച്ചു. റഷ്യൻ സ്ഥാപനങ്ങളാണ് പ്രധാന ടാർഗറ്റ്. അപ്പോൾ എന്താണ് അവർ ചെയ്ത കുറ്റം? UKയുടെയും സഖ്യകക്ഷികളുടെയും ജനാധിപത്യ സംവിധാനങ്ങളെ തകർക്കാനും യുക്രൈൻ യുദ്ധത്തിലുള്ള വെസ്റ്റേൺ പിന്തുണയെ ദുർബലപ്പെടുത്താനും വേണ്ടി വ്യാജ വാർത്തകളും AI ജനറേറ്റഡ് വീഡിയോകളും അടങ്ങിയ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനുകളും അവർ നടത്തി. പ്രധാനമായും സാങ്ഷൻ ചെയ്ത റഷ്യൻ സ്ഥാപനങ്ങൾ ഇനി പറയുന്നവയാണ്. ആദ്യത്തേത് റൈബർ ടെലിഗ്രാം ചാനൽ. ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വ്യാജ വാർത്തകൾ എത്തിക്കുന്ന ഈ ചാനൽ ക്രെംലിന്റെ പ്രൊപ്പഗാൻഡ പ്രചരിപ്പിക്കുന്നു. അവർ മാനിപ്പുലേറ്റഡ് ആയ ഉള്ളടക്കങ്ങൾ ഉപയോഗിച്ചാണ് പൊതുജനാഭിപ്രായം കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് പ്രൊഫോണ്ട് ആണ്. റഷ്യൻ GRU ചാരസംഘടനയുടെ ഫ്രണ്ട് ഓർഗനൈസേഷനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണിത്. യൂറോപ്പിലുടനീളം ക്രെംലിൻ നെറേറ്റീവ്സ് പ്രചരിപ്പിക്കാൻ ഇവർ പണം മുടക്കുന്നു. ഇനി സെന്റർ ഫോർ ജിയോ പൊളിറ്റിക്കൽ എക്സ്പെർട്ടൈസ്. റഷ്യൻ തീവ്ര വലതുപക്ഷ ചിന്തകനായ അലക്സാണ്ടർ ഡ്യൂഗിൻ നടത്തുന്ന ഈ തിങ്ക് ടാങ്ക് റഷ്യൻ വിദേശ നയത്തിന്റെ ഭാഗമായി യുറേഷ്യൻ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. ഇവിടെ UK ലക്ഷ്യമിടുന്നത് റഷ്യയുടെ ഇൻഫർമേഷൻ വാർഫെയർ മെഷീനുകളെ, അതായത് വിവര യുദ്ധ യന്ത്രങ്ങളെ തന്നെയാണ്. റഷ്യയ്ക്ക് പുറമെ ചൈനീസ് സ്ഥാപനങ്ങളെയും UK ഈ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വിപുലമായതും വിവേചനമില്ലാത്തതുമായ സൈബർ പ്രവർത്തനങ്ങൾക്കാണ് രണ്ട് ചൈനീസ് ബേസ്ഡ് കമ്പനികൾക്കെതിരെ നടപടിയെടുത്തത്. ഈ കമ്പനികൾ UKയിലെയും സഖ്യകക്ഷികളെയും ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെ ലക്ഷ്യമിട്ട് ഹാക്കിംഗ് പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് ആരോപണം. സർക്കാർ സംവിധാനങ്ങൾ, പ്രതിരോധ സ്ഥാപനങ്ങൾ, ടെലികോം നെറ്റ്വർക്കുകൾ എന്നിവയെ തകർക്കാൻ ഈ ചൈനീസ് ആക്ടേഴ്സ് ശ്രമിച്ചു എന്ന് UK ഫോറിൻ ഓഫീസ് വ്യക്തമാക്കുന്നു. ഇനി ഈ സാങ്ഷനുകൾ കേവലം ഒരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നില്ല. കുറച്ച് സ്റ്റെപ്സ് കൂടിയുണ്ട് ബാക്കി. അസറ്റ് ഫ്രീസ് ഉണ്ട്. ഈ സ്ഥാപനങ്ങൾക്കും അവയുടെ തലവന്മാർക്കും UKയിലുള്ള സ്വത്തുകൾ മരവിപ്പിക്കും. അടുത്തത് ട്രാവൽ ബാൻ ഉണ്ടാകും. ഈ വ്യക്തികൾക്ക് UKയിലേക്ക് പ്രവേശനം നിഷേധിക്കും. ബിസിനസ് നിരോധനവുമുണ്ട്. UKയിലെ സ്ഥാപനങ്ങളോ സിറ്റിസൺസോ ഈ സ്ഥാപനങ്ങളുമായി ധനപരമായ ഇടപാടുകൾ നടത്തുന്നത് ക്രിമിനൽ കുറ്റമാകും. ഈ നീക്കം വ്യക്തമാക്കുന്നത് ഇതാണ്: ഹൈബ്രിഡ് ത്രെറ്റുകൾ, അതായത് ഫിസിക്കൽ അറ്റാക്കുകളും സൈബർ അറ്റാക്കുകളും ഡിസ്ഇൻഫർമേഷനും ഒരുമിച്ച് ഉപയോഗിച്ച് ഒരു രാജ്യത്തിന്റെ നാഷണൽ സെക്യൂരിറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇനി സുരക്ഷിതമായി ഇരിക്കാൻ കഴിയില്ല. UKയുടെ ഈ ബോൾഡ് സ്റ്റെപ്പ് മറ്റു വെസ്റ്റേൺ രാജ്യങ്ങൾക്കും ഒരു സന്ദേശം നൽകുന്നുണ്ട്. ലോകം എന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ചാണ് ഈ ഡിജിറ്റൽ യുദ്ധം എന്ന് പറയുന്നത്. UKയുടെ ഈ ടാർഗറ്റഡ് സാങ്ഷനുകൾ സൈബർ ലോകത്തെ അക്രമികളെ പൊതുജന മധ്യത്തിൽ എക്സ്പോസ് ചെയ്യാനുള്ള ഒരു ധീരമായ ശ്രമം തന്നെയാണ്. ഡിജിറ്റൽ യുദ്ധകളത്തിൽ ഒരിക്കലും ഒരു ഫൈനൽ വിക്ടറി എന്നൊന്നില്ല. ഇരുവശത്തും തന്ത്രങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഈ സാങ്ഷനുകൾ അവർക്കൊരു താൽക്കാലിക ബ്ലാക്ക് ഔട്ട് നൽകിയേക്കാം. പക്ഷേ ആ നിഴൽ ശക്തികൾ പേര് മാറ്റി, സെർവറുകൾ മാറ്റി, കൂടുതൽ അഡ്വാൻസ്ഡായി വീണ്ടും നമ്മുടെ ഇൻബോക്സുകളിലും ന്യൂസ് ഫീഡുകളിലും എത്താൻ അധിക നാൾ വേണ്ടിവരില്ല. അതുകൊണ്ട് തന്നെ മുന്നിൽ വരുന്ന ഓരോ വാർത്തയും ഓരോ പോസ്റ്റും നിങ്ങൾ സ്വയം വെരിഫൈ ചെയ്യുക. കാരണം ഈ ഹൈബ്രിഡ് യുദ്ധത്തിലെ ഏറ്റവും വലിയ പ്രതിരോധം നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് തന്നെയാണ്. വെളിച്ചം അണഞ്ഞാലും സത്യം തേടിക്കൊണ്ടേയിരിക്കണം. എന്തായാലും ഈ ഗ്ലോബൽ കോൺഫ്ലിക്റ്റിന്റെ പുതിയ എപ്പിസോഡുകൾ എന്തായിരിക്കും? നമുക്ക് കാത്തിരിക്കാം.